നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാധികയുടെ വിവാഹ കാര്യം ഞാൻ അറിയണ്ടേ? എന്തിന്? നിങ്ങൾ ആരാ രാധികയുടെ? വിവാഹത്തിന്റെ കാര്യം എല്ലാരോടും പറയണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ബോധപൂർവം പറയാത്തതാ. ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. വരന്റെ പേര് ജീവ. സിനിമാ താരോ. ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ അടി പറ്റിയത്? സ്വന്തം കുടുംബത്തിനെ, എന്റെ കുടുംബത്തിനെ ചതിക്കാനായിട്ട് നിനക്ക് ഒരു മടിയും തോന്നിയില്ലല്ലേ? എനിക്ക് വലുതേ എന്റെ കാര്യങ്ങളാ. വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല. ഞാൻ അവിടെ എത്താതിരിക്കാൻ വേണ്ടിയല്ലടി നീ കാണിച്ചു കൂട്ടിയതൊക്കെ. പക്ഷേ നീ നോക്കിക്കോ, മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും. എടി, രാധികയുടെ വിവാഹത്തിന് മുമ്പ് ആ ക്ഷേത്ര നടയിൽ ഞാൻ ഉണ്ടായിരിക്കും. എന്റെ പുറകെ വന്നു പോരുത്. തടസ്സം നിന്നോണ്ടല്ലോ ഒന്നെറിയും ഞാൻ. பக்ஷிசாஸ்திரம் பிழைக்காதம்மா. அந்த கிருஷ்ணன் உங்க பின்னாடி இருக்கு. உங்க மனசு இருக்க கிருஷ்ணனும் இதுதானே? ഞാൻ നിന്നെ ജീവന തുല്യ സ്നേഹിച്ചതാ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ സ്വപ്നങ്ങൾ, എന്റെ പ്രതീക്ഷകള്, ഇതെല്ലാം നീയാ. നീ മാത്രം. എടോ, തനിക്ക് വേറൊരു പയ്യനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. താൻ സമ്മതിച്ചിട്ടാണോ അതൊക്കെ? അച്ഛനെടുക്കുന്ന ഒരു തീരുമാനവും ഞാൻ എതിർക്കാറില്ല. ഈ നടയിൽ വെച്ച് എന്നോട് വാക്ക് പറ. എന്നെ ഇനി അന്വേഷിക്കില്ല എന്നും സംസാരിക്കാൻ ശ്രമിക്കില്ല എന്ന് എന്നോട് വാക്ക് പറ. പറ്റില്ല. ഈ ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയതാ. തനിക്കൊരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ, തന്റെ കഴുത്തിൽ ഒരു താലി വീണിട്ടുണ്ടെങ്കിൽ അത് ഈ ഭഗവാൻ അറിഞ്ഞു തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.